ഇപ്പോൾ നമുക്ക് എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് നോക്കാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ശുദ്ധമായിട്ടുള്ള സിലിക്കൺ ജെർമേനിയം അതൊരു സെമി കണ്ടക്ടർ എലമെൻ്റാണ്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള സെമി കണ്ടക്ടർ എലമെൻറ്റിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇലക്ട്രോണിൻ്റെ നമ്പർ കൂടുതലുള്ള ആർസനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള സെറ്റാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ അളവ് കൂടുതലുള്ള ആർസനിക്, അതുപോലെ തന്നെ ആൻറ്റിമണി, ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള ഈ എലമെൻറ്റുകൾ ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചേർക്കുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് ഡോപ്പിംഗ് ആണ് കേട്ടോ. ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്രിസ്റ്റലിൽ എന്തുണ്ടായിരിക്കും? ആർസനിക്. അതായത് ഈ ക്രിസ്റ്റൽ ഇത് നോക്കിയാൽ മതി. എൻ ടൈപ്പിൽ സിലിക്കണിൻ്റെ ഒരു സെറ്റായിരുന്നു, ഇതിലേക്ക് ആർസനിക്കിൻ്റെ ഒരു എലമെൻറ്റ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ആറ്റം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഡോപ്പായിട്ട് കിട്ടുന്ന സമയത്ത് ആർസനിക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആർസനിക്കിന് 5 ഇലക്ട്രോണുകളാണ് പുറത്തുണ്ടായിരുന്നത്. അപ്പോൾ ആ 5 ഇലക്ട്രോണുകളിൽ ഇതിൽ വന്ന് ചേരുന്ന സമയത്ത് 4 ഇലക്ട്രോണുകൾ എന്തായാലും ബാക്കിയുള്ള സിലിക്കണുകളായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്, പക്ഷെ ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു ഇലക്ട്രോൺ കൂടുതലാണ് എന്നുള്ളൊരു സ്ഥിതിയാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് എന്നുള്ളൊരു കേസാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇവരെ എന്തെന്ന് വിളിക്കുന്നത്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും വിളിക്കുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാനുള്ള കാരണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ റിച്ച് ആയിട്ട് വരുന്നത് കൊണ്ടാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർബിറ്റുകളിൽ കൊള്ളുന്നതിലും കൂടുതലായിട്ട് ഇലക്ട്രോണുകൾ എവിടെ ഉണ്ടാവും? ഈ ഓർബിറ്റുകൾക്ക് പുറമെ ഇലക്ട്രോണുകളുടെ ഇവിടെ ലൂസായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും ഒരു ഇലക്ട്രോൺ. ഇപ്പോൾ ഈ ഒരു ഇതിൽ ഒന്ന് ചേർത്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. ഇതുപോലെ ഡോപ്പിങ്ങിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകൾ മാറും. അപ്പോൾ ഇലക്ട്രോണുകൾ ഫ്രീ ആയിട്ട് അതിനകത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇലക്ട്രോണുകൾ ഫ്രീ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു പൊട്ടൻഷ്യൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. അതായത് വൈദ്യുതി കണ്ടക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ വൈദ്യുതി കണ്ടക്ട് ചെയ്യുന്ന ഒരു കൃത്യമായിട്ട് സാധാരണ കണ്ടക്ടറുകളോടെ കണ്ടക്ട് ചെയ്യുന്ന പോലെ കണ്ടക്ട് ചെയ്യില്ല. അതിൻ്റെ ഫ്ലോയ്ക്ക് ഒരു കൺട്രോളിങ് ഉണ്ടായിരിക്കും. അതാണ് ആദ്യമായിട്ട് എൻ ടൈപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എൻ ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോളുകൾ ഉണ്ടാവില്ല, ഇലക്ട്രോൺ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺ കൂടുതലായിരിക്കും വരിക അല്ലേ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ എന്താണ്? നമ്പർ ഓഫ് സച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഈസ് കൺട്രോൾഡ് ബൈ ദി എമൗണ്ട് ഓഫ് ആർസനിക്. അപ്പോൾ ഈ ഒരു ഡോപ്പിംഗ് എന്നുള്ള പ്രോസസ്സിൽ തന്നെ നമുക്ക് എത്ര ഇലക്ട്രോണുകൾ അതിലേക്ക് കൂടിച്ചേരാം അല്ലെങ്കിൽ അതിലേക്ക് വരാം എന്നുള്ളതിൻ്റെ അളവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എത്ര ആർസനിക് ആഡ് ചെയ്യുന്നതെന്നുള്ളതിനനുസരിച്ച് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പി ടൈപ്പിൽ ഇനി 2 ടൈപ്പ് കാരിയേഴ്സ് ഉണ്ട്. അതായത് കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിനെയും ഹോളിനെയുമാണ്. പക്ഷേ ഈ ഓരോ ടൈപ്പിനനുസരിച്ച് മാറ്റം വരും. എൻ ടൈപ്പിലാകുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ? ഇലക്ട്രോണുകളാണ് കൂടുതലായിട്ട് ഡോപ്പ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഡോപ്പ് ചെയ്യുന്ന ഡോപ്പിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണ, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ നമ്മൾ എൻ ടൈപ്പുകളിൽ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി കാരിയേഴ്സ് എന്നാണ് ഫ്രീ ഇലക്ട്രോണുകളെ നമ്മൾ വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് എണ്ണം കുറവുള്ള ആൾക്കാരെ, അതിനെയാണ് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് വിളിക്കുക. അതാണ് ഹോള്. അപ്പോൾ ഒരു എൻ ടൈപ്പിൻ്റെ സ്ഥിതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്നത് എൻ ടൈപ്പ് എന്നായിരിക്കും. അതിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്, ഹോൾസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ്. ഇനി പി ടൈപ്പിൻ്റെ നമുക്ക് നോക്കാം. പി ടൈപ്പിൻ്റെ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇലക്ട്രോൺ നമ്പർ കുറവുള്ള എലമെൻറ്റിനെയാണ്. അതായത് ഇലക്ട്രോൺ നമ്പർ കുറവുള്ള എലമെൻ്റ് എന്ന് വെച്ചാൽ സിലിക്കൺ, ജെർമാനിയം എന്നുള്ള സെറ്റിലേക്ക് നമ്മൾ അലുമിനിയം, ബോറോൺ, ഗാലിയം എന്നുള്ള 4ൽ താഴെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വരുമ്പോൾ, 4ൽ താഴെ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ നമ്പർ അവസാനം വരുന്നവരെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ടൈപ്പ് ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു സിലിക്കണിലേക്ക് അങ്ങനെ ഗാലിയമോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള പോലെ ബോറോണോ അലുമിനിയം ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ
ഒരു ഇലക്ട്രോൺ ഉള്ള സ്ഥലത്ത് നമുക്കൊരു വേക്കൻസിയാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഗാലിയം എന്ന് പറഞ്ഞ ആൾക്ക് 3 ഇലക്ട്രോണുകൾ മാത്രമാണുള്ളത്. അപ്പോൾ 4ാമത്തെ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ആ 4ാമത്തെ ഇലക്ട്രോൺ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോർട്ടേജ് ആണ് വരിക. അതുകൊണ്ടാണ് കൂടുതൽ ഗാലിയം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഷോർട്ടേജുകളുടെ എണ്ണം അല്ലെങ്കിൽ ഹോൾസിൻ്റെ എണ്ണം കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് സെമി കണ്ടക്ടറുകളാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം. ഇനി ഇതിൽ തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പിങ്ങിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് നമുക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ അളവ് അതിൽ കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസും മൈനോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസുമാണ് പി ടൈപ്പിൽ. അത്രയാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ എൻ ടൈപ്പ് എന്താണെന്നും പി ടൈപ്പ് എന്താണെന്നുമാണ് നമ്മൾ പറഞ്ഞത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ക്യാരിയേഴ്സ് അല്ല മൈനോറിറ്റി ക്യാരിയേഴ്സാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി മെജോറിറ്റി ക്യാരിയേഴ്സായിട്ട് എൻ ടൈപ്പിൽ ഇലക്ട്രോൺസും മൈനോറിറ്റി ക്യാരിയേഴ്സായിട്ട് ഹോൾസും ആണ് വരുന്നത്. പി ടൈപ്പ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ഹോൾസാണ് മെജോറിറ്റി ക്യാരിയേഴ്സ്, മൈനോറിറ്റി ക്യാരിയേഴ്സായിട്ട് വരുന്നത് ഇലക്ട്രോൺസാണ്. അപ്പോൾ ഈ 2 ടൈപ്പ് സെമി കണ്ടക്ടറുകളാണ് വരുന്നത്. ഇനി ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ കാണുന്ന പി എൻ ജംഗ്ഷൻ എന്നുള്ളത്. ഈ പി എൻ ജംഗ്ഷൻ്റെ വരവോട് കൂടിയിട്ടാണ് ഒരു വലിയ റൂമിൽ ഒക്കെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിനെ ചെറിയ നമ്മൾ ഈ കാണുന്ന രീതിയിൽ കൈവെള്ളയിൽ ഒതുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നത് ഈ ടൈപ്പ് ഡിവൈസുകളാണ്. അതായത് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ ടൈപ്പ് ഡിവൈസുകളാണ് വലിയ ഡയോഡ് ട്രയോഡ് എന്നുള്ള ഡിവൈസുകളൊക്കെ ചെറിയ കുഞ്ഞ് സൈസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പോൾ പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പി ടൈപ്പും എൻ ടൈപ്പും എന്നുള്ള 2 സെമി കണ്ടക്ടറും കൂടി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്നതിനെയാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പി എൻ ജംഗ്ഷൻ്റെ ആ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് പി ടൈപ്പും എൻ ടൈപ്പും ഏതൊക്കെ സൈഡാണ്, പി ടൈപ്പിൽ ആരാണ് കൂടുതൽ, എൻ ടൈപ്പിൽ ആരാണ് കൂടുതൽ എന്നിങ്ങനെയുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഇവിടെ ഈ മൈനസ് പ്ലസ് എന്നുള്ളത് കാണിക്കുന്നത് എന്താ വെച്ചാൽ എൻ ടൈപ്പിൽ പോസിറ്റീവ് ആണെന്നും ഇവിടെ നെഗറ്റീവ് ആണെന്നുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യണമെങ്കിൽ പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടറുകളൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീജിയനായിട്ട് മൊത്തം ഒരു ഫ്യൂഷൻ നടക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്താണ് എന്തെന്ന് വിളിക്കുന്നത്, പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഡയോഡ് എന്നുള്ള മെറ്റീരിയലായിട്ട് മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. ഫ്രീ ഇലക്ട്രോൺസും എൻ റീജിയനിൽ കൂടുതലാണ്. അവരെന്ത് ചെയ്യും, ഈ ഒരു ബാരിയറിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പി റീജിയനിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ പി റീജിയനിൽ കൂടുതലുള്ള ഹോൾസ് വലതുവശത്തേക്ക് എൻ റീജിയനിലേക്ക് മാറാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഇത്രയാണ്, ഹോൾസ് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഹോൾസ് വലതുവശത്തേക്കായിട്ട്, അതായത് വലതുവശത്തേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ ടൈപ്പിൽ ഹോൾസിൻ്റെ അളവ് കുറവാണ്, ലെസ് ഹോൾസ് ആണ് വരിക. അപ്പോൾ ഹോൾസ് കുറവായതുകൊണ്ട് തന്നെ ഈ വലതുവശത്തേക്കായിട്ട് നീങ്ങും. ഇനി നേരെ മറിച്ച് ഇവിടെ എന്താ സംഭവിക്കുക, ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ഇടതുവശത്തേക്കായിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഇതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രോൺസാണ് കൂടുതലായിട്ടും കുറവായിട്ടും വരുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് ചാടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എന്തുണ്ടാവുക, ഈ ഒരു റീജിയൻ ഫ്യൂസ് ചെയ്യപ്പെടും. ഇലക്ട്രോണുകളാലും ഹോൾസിൻ്റെ അവൈലബിലിറ്റി ആയാലും ഈ ഒരു റീജിയൻ ഫ്യൂസ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പി എൻ ജംഗ്ഷൻ എന്നുള്ളതായിട്ട് പറയുന്നത്.
ഇനി എങ്ങനെയാണ് പി എൻ ജംഗ്ഷനിലുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ ലൂസ് എനർജി ആൻഡ് റീകമ്പൈൻസ് വിത്ത് ഹോൾസ്. അവർ രണ്ടുപേരും ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട്, ഹോൾസും ഇലക്ട്രോൺസും. അപ്പോൾ വരുന്ന ഹോൾസും ഇലക്ട്രോൺസും എന്ത് ചെയ്യും, ഹോൾസിൽ ഇലക്ട്രോൺ കയറി ഇരുന്നിട്ട് അവരൊക്കെ ന്യൂട്രലാവും. അപ്പോൾ അവിടെ ഒരു മെംബ്രെയിൻ രൂപപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ജംഗ്ഷൻ രൂപപ്പെടും. അതിനെയാണ് പി എൻ ജംഗ്ഷൻ എന്നുള്ളതായിട്ട് പറയുന്നത്. ആ ജംഗ്ഷനിൽ തന്നെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇടതുവശത്ത്, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടർ കൂടിച്ചേർന്നിരുന്ന സ്ഥലത്ത് ഒരു നെഗറ്റീവ് അയോൺ ഉണ്ടാവുകയും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കൂടിച്ചേർത്ത സ്ഥലത്ത്, അതായത് ഇലക്ട്രോണുകൾ ഓടിപ്പോയ സ്ഥലത്ത് അവിടെ ഒരു പോസിറ്റീവ് സെറ്റും ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് ഒരു പി എൻ ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇലക്ട്രോൺസും അതുപോലെ തന്നെ ഹോളുകളും തമ്മിലുള്ള ഫ്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന ആ ഒരു ലെയറിന് പറയുന്ന പേരാണ് ഡിപ്ലീഷൻ ലെയർ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും. ആ ഡിപ്ലീഷൻ ലെയറിനൊരു പ്രത്യേകതയുണ്ട്. അത് ചിലപ്പം വൈദ്യുതിയെ കണ്ടക്ട് ചെയ്യില്ല, ചിലപ്പം വൈദ്യുതിയെ കണ്ടക്ട് ചെയ്യും. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, അതിന് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഡിപ്ലീഷൻ ലെയറിൻ്റെ പ്രത്യേകതകൾ എന്താണ്, കാരിയേഴ്സ് ഇൻ ദ വിസിനിറ്റി ഓഫ് ദ ജംഗ്ഷൻ ആർ ഇൻവോൾവ്ഡ് ഇൻ ഫോമിങ് എ ജംഗ്ഷൻ. അപ്പോൾ ആ ജംഗ്ഷൻ എന്നുള്ള സ്ഥലത്ത് വരുന്ന കാരിയേഴ്സ് ഒരു ബാരിയർ തീർക്കാനായിട്ട്, ഒരു തടസ്സം തീർക്കാനായിട്ട് പോവുകയാണ്. അവരെന്താ ചെയ്യുക, ആ കാരിയേഴ്സിനപ്പുറമായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇലക്ട്രോണുകളിൽ അല്ലെങ്കിൽ ആറ്റംസിനൊന്നും ഇലക്ട്രോണുകളിലെ അയോൺസിനൊന്നും മൂവ്മെൻറ്റ് വരില്ല. വൺസ് ദ ജംഗ്ഷൻ ഫീൽഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് നോ കാരിയർ ക്യാൻ മൂവ് ത്രൂ ദ ജംഗ്ഷൻ. ഹെൻസ് ദ ജംഗ്ഷൻ ഫീൽഡ് ഈസ് കോൾഡ് ഡിപ്ലീഷൻ അല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയും. അപ്പോൾ ആ റീജിയൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിലും അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കായിരിക്കും പോകാൻ പറ്റില്ല. ദ ലെയർ ഈസ് കോൾഡ് ഡിപ്ലീഷൻ ലെയർ ബിക്കോസ് ദർ ആർ നെയ്തർ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് നോ ഹോൾസ് പ്രസൻറ്റ്. അപ്പോൾ ഹോൾസും ഇലക്ട്രോൺസും അവിടെ കൂടി ചേർന്നിട്ടാണ് ലെയർ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മതിൽ പോലെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ ഈ ഒരു ചാർജുകളായിട്ടുള്ള ഹോൾസ് വേറെ അല്ലെങ്കിൽ ഇത് വേറെ എന്നുള്ള രീതിയിൽ അവൈലബിൾ അല്ല. രണ്ടും അവൈലബിൾ അല്ലാത്തൊരു സ്ഥലമാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദിസ് ഡിപ്ലീഷൻ റീജിയൻ പ്രിവെൻറ്റ്സ് ദ ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എൻ ചാനൽ ടു പി ചാനൽ ആൻഡ് ദസ് ഇക്വിലിബ്രിയം ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ എൻ ചാനൽ മുതൽ പി ചാനൽ വരെ പിന്നെ ഒരു ഫ്ലോ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The intensity of the field is known as a barrier height or potential field. The internal voltage set up due to the positive and negative ions at the junction is called the barrier potential. ഇനി ഈ ഒരു ഡിപ്ലീഷൻ ലെയറിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, അതായത് ഒരു വോൾട്ടേജ് ഉണ്ടായിരിക്കും. കാരണം ഡിപ്ലീഷൻ ലെയറിന് അപ്പുറത്തേക്ക് ഒരു ഇലക്ട്രോണിനെയോ അല്ലെങ്കിൽ ഒരു ചാർജിനെയോ കടത്തിവിടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ ഭേദിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഡിപ്ലീഷൻ ലെയറിനുണ്ടായിരിക്കുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ സിസ്റ്റം നെയിമുകളൊക്കെയാണ് പറയുന്നത്, അത് നമുക്ക് നോക്കാനില്ലാത്തതാണ്. ഇനി അടുത്തത് പറയുന്നത് ഓരോ ഡിവൈസുകളെ പറ്റിയിട്ടാണ്. താങ്ക് യു.